ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു ടോപ്പിക്ക് നോക്കിയാലോ. പലരിലും കാണപ്പെടുന്ന ഒരു ചെറിയൊരു സംശയമാണ്, ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് സ്പീഡായി നടക്കുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ്, അത് സ്ലോ ആയിട്ട് നടക്കുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നതെന്ന്. എപ്പോഴും സ്പീഡായി നടക്കുന്ന സമയത്ത് 60% കാർബും 40% ഫാറ്റും ആയിരിക്കും ലോസ് ആവുന്നത്. അതേസമയം നമ്മൾ സ്ലോ ആയി നടക്കാൻ നേരത്ത് 60% ഫാറ്റും 40% കാർബും ആയിരിക്കും ബേൺ ആവുന്നത്. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 45 മിനിറ്റ്സ് സ്പീഡായിട്ട് നടക്കുമ്പം ഏകദേശം ഒരു 250 കിലോ കലോറീസ് വരെ ബേൺ ആകും. അറ്റ് ദ സെയിം ടൈം ഒരു 45 മിനിറ്റ്സ് നമ്മൾ സ്ലോ ആയിട്ട് നടക്കുമ്പോൾ 180 കിലോ കാലറീസ് ആയിരിക്കും ബേൺ ആവുന്നത് അവിടെ. സോ 45 മിനിറ്റ്സ് നമ്മൾ സ്പീഡായിട്ട് നടക്കാൻ നേരത്തും 45 മിനിറ്റ്സ് നമ്മൾ സ്ലോ ആയിട്ട് നടക്കാൻ നേരത്തും നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യുന്നത് ഏറെക്കുറെ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും പെട്ടെന്ന് ബ്രിസ്ക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സുകൾ ചെയ്യാൻ പാടായിരിക്കും, കാരണം കിതപ്പ് വരും. അപ്പോൾ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് സ്ലോ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്ലോ ആയിട്ടുള്ള വാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ഹെവി ആയിട്ടുള്ള ബ്രിസ്ക് മൂവ്മെൻറ്റിലോട്ട് പോകാൻ.